നമസ്കാരം. സംരംഭവീതിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ കളമശ്ശേരിയിലാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംരംഭം പരിചയപ്പെടാനാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത്. ഫ്യൂസലേജ് ഇന്നോവേഷൻസ് ഡ്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഫ്യൂസലേജ് ഇന്നോവേഷൻസ്. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ ഒരു സംരംഭം പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്യൂസലേജ് ഇന്നോവേഷൻ്റെ ഓൾ ഇൻ ആൾ ആയിട്ടുള്ള ദേവൻ. വെൽക്കം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇവിടെ വന്നപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഒരുപാട് ട്രോഫീസും ഇത്രയും എംപ്ലോയീസൊക്കെ ആയിട്ട് ഒരു സ്ഥാപനം ഈ ഒരു ചെറിയ പ്രായത്തിൽ നമുക്കെല്ലാം ഭയങ്കര മോട്ടിവേഷൻ തോന്നുന്നു. അപ്പോൾ എന്താണ് ഫ്യൂസലേജ് ഇന്നോവേഷൻസ്? ഫ്യൂസലേജ് ഇന്നോവേഷൻസ് നമ്മളൊരു ഡ്രോൺ മാനുഫാക്ചറേഴ്സ് ആണ്. നമ്മളൊരു ഡീപ് ടെക് ഡൊമൈനിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ തുടങ്ങിയപ്പോൾ അഗ്രികൾച്ചർ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഡിഫൻസ്, ലോജിസ്റ്റിക്സ്, അങ്ങനെ മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസ്, അങ്ങനെ കുറേ പ്രൊജക്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് കസ്റ്റമൈസേഷൻ നമ്മൾ ഡ്രോൺസിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇന്നോവേഷൻസും ടെക് ഇൻ്റർവെൻഷൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഫ്യൂസലേജ് ഇന്നോവേഷൻസിൻ്റെ സ്റ്റാർട്ടിങ് എവിടെ നിന്നായിരുന്നു? എവിടെ നിന്ന് ഈ ഒരു തോട്ട് വന്നത്, ഈ ഒരു ഫീൽഡിലേക്ക് വരാം എന്നുള്ളത്? തോട്ട് പ്രോസസ്സ് ഒരു ബിടെക് പ്രോജക്റ്റിൽ നിന്നാണ്. അതൊരു അണ്ടർ വാട്ടർ ഡ്രോൺ, അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഡ്രോൺ ആപ്ലിക്കേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഞാനൊരു കർഷക കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 2017-18 ഉണ്ടായിരുന്ന ഫ്ലഡ്, നമ്മുടെ കൃഷിയിലുണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ട് മനസ്സിലാക്കിയതാണ്. ഇപ്പൊ ഞങ്ങൾ അവിടെ പൊക്കാളി കൃഷി ചെയ്യുന്ന, ചേർത്തലയാണ് സ്ഥലം. അപ്പൊ ഞങ്ങളവിടെ പൊക്കാളി കൃഷി ചെയ്യുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെ ഉപ്പിൽ കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഈ പൊക്കാളി. അതെ, അത് അവിടെ സലൈനിറ്റി ഉള്ള വെള്ളമാണ് അവിടെയുള്ള കൃഷി സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ അവിടെ ഫ്ലഡിന് ശേഷം നമുക്ക് മനസ്സിലായത് അവിടെ പ്രൊഡക്ടിവിറ്റി, അതായത് വിളവ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അതുപോലെ തന്നെ ന്യൂട്രിയൻസ്, ഫെർട്ടിലൈസേഴ്സ്, ഇതെല്ലാം മണ്ണിൽ വളരെ കുറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ പ്ലാന്റിന് ഹെൽത്തി ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, ക്രോപ്പിന് ഹെൽത്തി ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഒരു തോട്ട് പ്രോസസ് ഇട്ടു. കർഷകർ ട്രഡീഷണലി മണ്ണെറിഞ്ഞ് കൃഷി ചെയ്യുക എന്നുള്ളൊരു പ്രവണതയാണ് ട്രഡീഷണലി ഫോളോ ചെയ്യുന്നത്. നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തത് ഗ്രോത്ത് അറിഞ്ഞ്, അതായത് ഒരു ഡ്രോൺ ബേസ് ചെയ്ത് ഇതിൻ്റെ ഗ്രോത്ത് മനസ്സിലാക്കി, ഓരോ ഗ്രോത്ത് സ്റ്റേജിലും എന്തൊക്കെ ഡെഫിഷ്യൻസി ഉണ്ട് ക്രോപ്പിൽ, ഇതൊക്കെ മനസ്സിലാക്കി അതിന് അനുസരിച്ച് പ്രിസ്ക്രിപ്ഷൻസ് സ്പ്രേയിങ് ആയിട്ടോ അല്ലെങ്കിൽ സ്പ്രെഡേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് സൊല്യൂഷൻസ് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഒരു ഡാറ്റ ബേസ്ഡ് ഫാമിംഗ് അപ്രോച്ച് ഡ്രോണിൽ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ, അതൊരു ഓട്ടോമൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്തു, ചിന്തിച്ചു. അതെ, അതിൽ ആണ് ഈ ഒരു ഐഡിയ വരുന്നതും ഈ പ്രൊഡക്റ്റ് പ്രോട്ടോടൈപ്പിലേക്ക് വരുന്നു, പിന്നെ നമ്മൾ പ്രൊഡക്റ്റിലേക്ക് വന്നത് അങ്ങനെയാണ്. അപ്പൊ എനിക്കൊന്നും നമ്മളുടെ ഒരു പുതിയ തലമുറയിൽ കേൾക്കുന്ന ഒരു കാര്യമാണ്, കൃഷിയിലേക്കൊന്നും വരുന്നില്ല, അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പൊ ഇതൊക്കെ അതിനുള്ളൊരു മറുപടിയാ. നമുക്ക് പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതല്ല, ഈസി ആയിട്ട്. അതെ, നമ്മളിപ്പോ ഈ ഡ്രോണുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കൂടുതലും നമ്മളുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഫാമേഴ്സ് ആണ്. പക്ഷെ അത് ഒരു 25-40 ഇടയ്ക്ക് വയസ്സുള്ള ചെറുപ്പക്കാർ തൊട്ടുള്ള ആൾക്കാർ ഈ കൃഷിയിലേക്ക് വരാൻ വേണ്ടിയിട്ടൊരു പ്രവണത കാണിക്കുന്നുണ്ട്. കൂടുതൽ അവർ കുറച്ചുകൂടെ മെക്കനൈസേഷൻ ആണ്, ടെക്നോളജീസ് യൂസ് ചെയ്യുക, അവരുടെ എഫോർട്ട് മാക്സിമം കുറച്ചുകൊണ്ട് കൃഷിയിൽ എത്രത്തോളം ബെറ്റർ ആക്കാം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു പുതിയ ജനറേഷൻ, അവർ കൃഷിയിലേക്ക് ഇറങ്ങുന്ന പുതിയ ജനറേഷനെയാണ്. അതെ, ഓക്കെ. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇപ്പൊ പണ്ടത്തെ ഒരു ജനറേഷൻ ആണെങ്കിൽ ഇപ്പൊ ഒരു ഡ്രോൺ വെച്ച് നമുക്ക് ഇത് പറ്റും എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അക്സെപ്റ്റബിൾ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവരോടൊക്കെ നമ്മുടെ ഫീച്ചേഴ്സ് എന്താ നമ്മൾ പറഞ്ഞു കൊടുക്കുക? അങ്ങനെയുള്ളവരോട് പറയുന്നത്, ഇപ്പൊ ഞങ്ങൾ ആദ്യം ഡ്രോണുമായിട്ട് കൃഷി സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവർക്കുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അവർ ട്രഡീഷണലി മാനുവൽ
ആപ്ലിക്കേഷൻസ് ഒരുപാട് ചെയ്യുന്നുണ്ട്. അതായത് കൈക്കുറ്റി കൊണ്ട് സ്പ്രേ ചെയ്യുന്ന ഒരു മെക്കാനിസം അത് ട്രഡീഷണലി ഉണ്ട്. ബട്ട് ഡ്രോൺ വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ചിലവ് കൂടത്തേ ഉള്ളൂ. നമ്മളൊരു ഏക്കറേജ് 500 തൊട്ട് 600 രൂപ വരെ നമ്മൾ മേടിക്കുമ്പോൾ അതവർക്ക് എഫക്റ്റീവായിട്ട് വരുമോ എന്നുള്ളൊരു സംശയമാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു റിസർച്ച് മോഡലിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു R&D മോഡലിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ ഡാറ്റാ ബേസ്ഡ് പ്രിസ്ക്രിപ്ഷൻ, അതായത് ഒരു വളർച്ചയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, സൂക്ഷ്മമൂലകങ്ങളുടെ ലഭ്യതക്കുറവ്, അത് മനസ്സിലാക്കുക, ഇൻഡെപ്ത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ പെസ്റ്റ് അല്ലെങ്കിൽ ഡിസീസ് എന്തെങ്കിലും ഞങ്ങൾ റിസർച്ച് ചെയ്തു. അതായത് ഓരോ ക്രോപ്പിലും നമ്മൾ റിസർച്ച് ചെയ്തു. ഞങ്ങൾ ആദ്യം നെല്ലിലാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളൊരു ക്രോപ്പ് നെല്ലാണ്. എല്ലാവരും കൃഷി ചെയ്യുന്നത് ഫെമിലിയർ ആയിട്ടുള്ളത് നെല്ലാണ്. നെല്ലിൽ നമ്മൾ റിസർച്ച് ചെയ്തു. അപ്പോൾ നെല്ലിൽ ഏറ്റവും കൂടുതൽ ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന ക്ലസ്റ്ററുകൾ ഐഡന്റിഫൈ ചെയ്തു. കുട്ടനാട്, പാലക്കാട്, തൃശ്ശൂർ ഉള്ള കോൾ നിലങ്ങൾ, ഈവൻ നമ്മൾ വയനാട് ഉള്ള ഏരിയ. അപ്പോൾ ഓരോ ക്ലസ്റ്ററുകളിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന 2 ഡ്രോൺ, അതായത് ഒരു നിരീക്ഷ് എന്ന് പറയുന്ന ഡ്രോണ്, നിരീക്ഷ് ഫോർ സർവൈലൻസ് പർപ്പസ്, അതായത് കീടങ്ങൾ ഉണ്ടോ, വിളയുടെ നിരീക്ഷണം, ഇതെല്ലാം. നമുക്ക് ഫോണിൽ അതിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മൾട്ടി സ്പെക്ട്രൽ കാറ്റഗറിയിലുള്ള സെൻസേഴ്സ് ഉണ്ട്. ആ സെൻസേഴ്സ് വെച്ച് നമ്മൾ ഡാറ്റ എടുത്ത് പ്രോസസ് ചെയ്ത് അതൊരു വിഷ്വലൈസ് ചെയ്യും. അതിനകത്തൊരു ഏതൊക്കെ ടൈപ്പ് കീടങ്ങളുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ന്യൂട്രിയൻസ് ആണ് കുറവ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് മനസ്സിലാക്കി നമുക്കൊരു ഡാറ്റ കിട്ടും. ഇപ്പം നമുക്കൊരു 100 ഏക്കർ ആണെങ്കിൽ അതിൽ ഒരു എൻറ്റയർ ഏക്കറേജിൽ ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല, കുറച്ച് ഏരിയയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന ഡാറ്റ സ്പ്രേയിങ് ഡ്രോണിലേക്ക് നമ്മൾ ഫീഡ് ചെയ്യും. ഓക്കെ, അതിനനുസരിച്ചിട്ട് മാത്രം പ്രിസ്ക്രിപ്ഷൻസ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ടോട്ടൽ ഏരിയ സ്പ്രേ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എവിടെയാണ് സ്പോട്ട് ചെയ്യുന്നത് ആ ഏരിയയിൽ മാത്രം കൗണ്ടർ ആപ്ലിക്കേഷൻസ് കൊടുക്കാൻ ഈ ഡ്രോൺസ് തമ്മിലുള്ള ഒരു ഇന്റർ കണക്റ്റഡ് ആക്ടിവിറ്റി, അതാണ് നമ്മളുടെ ഒരു ഇന്നോവേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഡ്രോണിൽ തന്നെ എന്തൊക്കെ പ്രൊജക്ട്സ് ആണ്? ഇപ്പൊ പറഞ്ഞു ഡിഫൻസ് ചെയ്തിട്ടുണ്ട്, കൃഷിയിൽ ചെയ്യുന്നുണ്ട്, അങ്ങനെ നമ്മൾ എന്തൊക്കെ പ്രൊജക്ട്സ് ആണ്? ഞങ്ങൾ അഗ്രികൾച്ചർ ഡ്രോൺസിൽ ഇപ്പൊ ഈ പ്രോഡക്റ്റ് അഗ്രികൾച്ചർ ഡ്രോൺ ആണ്. അപ്പോൾ സ്പ്രേയിങ്ങിനായിട്ടുള്ള ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ് പ്രധാനമായിട്ടും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ് ടൈം കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ്. 25 മിനിറ്റ് ഫ്ലൈറ്റ് ടൈം സ്മോൾ കാറ്റഗറി ഡ്രോണിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക്, അതായത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഈ പ്രോഡക്റ്റ് ഇപ്പോൾ നിലവിലുണ്ട്. ഒരുപാട് ഡീലേഴ്സ് ത്രൂവും അതുപോലെ തന്നെ ഡയറക്റ്റ് ഫാമേഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഒരു അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ നോസിൽസ് ഓരോ ക്രോപ്പിനനുസരിച്ചിട്ട് ഡിസൈൻഡ് ആണ്. അതായത് അത് ഈ ഒരു പോർഷൻ ആണ്. അതെ, അപ്പോൾ നോസിൽ വഴി സ്പ്രേ ചെയ്യുമ്പോൾ അതെ. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ വായുടെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഭക്ഷണം വിഴുങ്ങാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഓരോ പ്ലാന്റിലും ഓരോരോ എന്താ പറയുക, ഒരു പർട്ടിക്കുലർ സൈസിൽ കൊടുത്താൽ മാത്രമേ ഏറ്റവും കൂടുതൽ അബ്സോർപ്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഓരോ ക്രോപ്പിൽ നമ്മൾ ഓരോ സ്റ്റാൻഡർഡൈസ്ഡ് ഓപ്പറേഷൻ പ്രോട്ടോകോൾസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് റൈസ്, തേയില, അതുപോലെ തന്നെ പൈനാപ്പിൾ, വെട്ടിവേർ, രാമച്ചം, പിന്നെ ടർമറിക്, ജിഞ്ചർ, ഇതിലൊക്കെ നമ്മൾ ഓരോ കൈൻഡ് ഓഫ് എന്താ പറയുക സ്റ്റാൻഡർഡൈസേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ നോസിൽസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മനസ്സിലായത് ഓരോ റിസർച്ചിലും, ഞാൻ പറഞ്ഞ നേരത്തെ ഓരോ ക്ലസ്റ്ററുകളിലും നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർഷകർക്ക് കൂടുതൽ ഈൽഡ് കിട്ടുന്നുണ്ട്. 30 to 35% ഈൽഡ് നമുക്കൊരു ബെസ്റ്റ് കേസ് സിനാരിയോയിൽ കിട്ടുന്നുണ്ട്. വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ ഒരു 15 തൊട്ട് 20% വരെ ഈൽഡ് കൂടുതൽ കിട്ടുന്നുണ്ട്. ഈ പറയുന്ന ഒരു ഡാറ്റാ ബേസ്ഡ് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ഫാമേഴ്സിനും ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. കർഷകർക്ക് ഞങ്ങൾ ആസ് എ സർവീസ് മോഡലായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ 5000 രൂപ അവർക്കൊരു ഏക്കറേജിൽ ഒരു പർട്ടിക്കുലർ ക്രോപ്പ് സീസണിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് റിട്ടേൺസ് ആയിട്ട് നമ്മൾ 17000 രൂപ ഈൽഡിൽ കൂടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൺസെപ്ഷനും റിഡക്ഷനും ഉണ്ട്. അതായത് സാധാരണ കർഷകർ ഒരു ഏക്കറിൽ 150 തൊട്ട് 200 ലിറ്റർ പെർ ഏക്കർ സ്പ്രേ ചെയ്യുന്നതിൻ്റെ സ്ഥാനത്ത് നമ്മൾ 7 തൊട്ട് 15 ലിറ്റർ പെർ ഏക്കറാണ് സ്പ്രേ ചെയ്യുന്നുള്ളൂ. കണ്ടന്റ് കുറവാണ്, ബട്ട് അതുപോലെ തന്നെ ഡയലൂട്ട് ചെയ്യുന്ന കോൺസെൻട്രേഷനും കുറച്ച്. അത് അഗ്രികൾച്ചർ ഇൻപുട്ടിനെ കട്ട് ഡൗൺ ഒരു 50%ഓളം
ഇൻപുട്ട് കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, അതൊരു ആഡ് ഓൺ. അതിലൂടെ പൈസ സേവ് ചെയ്യാൻ, അതുപോലെ പൈസ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ആഡ് ഓൺ അഡ്വാൻറ്റേജ് ആണ് കാർബൺ എമിഷൻ കുറയുന്നു. അതായത് മീതെയിൻ ബേസ്ഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കുറയുന്നു. പിന്നെ നമുക്ക് കൂടുതൽ എന്താ പറയുക, ഇപ്പം നെല്ലിലൊക്കെ ആണെങ്കിൽ കൂടുതൽ ചെനപ്പ് പൊട്ടി വളരുന്നത് നമുക്ക് ഒബ്സർവേഷനിൽ വരാം. അതായത് ഡ്രോൺ ബേസ്ഡ് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ കുറേ കൂടെ ഹെൽത്തി പ്ലാന്റ് ആയിരിക്കും. ഹെൽത്തി പ്ലാന്റ് ആകുമ്പോൾ കുറേ കൂടെ കാർബൺ എമിഷൻ, കാർബൺ അബ്സോർപ്ഷൻ നന്നായിട്ട് നടക്കും. ഓക്കെ, അപ്പോൾ ഇത് മൈന്യൂട്ട് ആയിട്ടുള്ള ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതെ, അങ്ങനെയുള്ള ഒരു എന്താ പറയുക, വാല്യൂ അഡീഷൻ എന്നല്ല, അതിനൊരു സെപ്പറേറ്റ് ഒരു ബെനിഫിറ്റ്സ് പാരലലി നടക്കുന്നുണ്ട് ഈ പറയുന്ന ഒരു ടെക് ബേസ്ഡ് ഇൻ്റർവെൻഷൻ നടക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഈ ഡ്രോൺസ് യൂസ് ചെയ്യുമ്പോൾ ഗ്രൗണ്ട് ലെവലുള്ള എന്താ പറയുക ഫെർട്ടിലൈസേഴ്സ് ഗ്രൗണ്ട് ലെവൽ കൊടുക്കണം. ഇപ്പം നെല്ലിലൊക്കെ ആണെങ്കിൽ 2 തവണ അടിവളം കൊടുക്കുന്നുണ്ട്. ഇപ്പം ഡ്രോണിൻ്റെ സ്പ്രേയിങ് വരുവാണെങ്കിൽ 1 തവണ മാത്രം അടിവളം കൊടുത്താൽ മതി. തുടക്കത്തിൽ ഒരു 20 ദിവസം മാത്രം, അതായത് സോളിഡായിട്ട് നമ്മൾ അടിവളം കൊടുക്കുന്നത് 1 തവണ കൊടുത്താൽ മതി. പിന്നെ 70ാമത്തെ ദിവസം കൊടുക്കേണ്ട കാര്യമില്ല. കാരണം പിന്നെ നമ്മൾ ഓരോ സ്റ്റേജസ് ഓഫ് ആപ്ലിക്കേഷനിൽ നമ്മൾ സ്പ്രേയിങ് കൊടുക്കുന്നുണ്ട്. ഓരോ ഇപ്പോൾ ആദ്യത്തെ ഒരു 30 ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂട്രിയൻസ് ആയിരിക്കും. അതിൻ്റെ ഒരു 60ാമത്തെ ദിവസമാണെങ്കിൽ നമ്മൾ കൂടുതലും ഫെർട്ടിലൈസേഴ്സോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പെസ്റ്റോ ഡിസീസോ ഉണ്ടെങ്കിൽ അതിന് കൗണ്ടർ ആപ്ലിക്കേഷൻ ആയിരിക്കും. ഹാർവെസ്റ്റിന് മുന്നേ നമ്മൾ ക്ലോറോഫിൽ ഐഡൻറ്റിഫൈ ചെയ്യും. എവിടെയാണ് കൂടുതൽ ഈൽഡ് കൂടുതൽ കിട്ടാനുള്ള ചാൻസസ് ഉള്ളത്, എവിടെയായിരിക്കും കുറച്ച്. അതിനനുസരിച്ചിട്ട് നമ്മൾ ഒരു സ്റ്റാൻഡർഡൈസേഷൻ SOP, സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഗ്രെയിൻ ഫില്ലിങ്ങിനായിട്ട്, അതായത് തൂക്കം കൂടാൻ വേണ്ടിയിട്ട് കൂടുതൽ വിളവ് കിട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, അതിനുള്ള ഒരു കൗണ്ടർ സൊല്യൂഷൻ നമ്മൾ ആ ഒരു സ്റ്റേജിൽ കൊടുക്കും. ഇങ്ങനെയാണ് ഒരു മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇവർക്ക് കൂടുതൽ ഈൽഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഡ്രോൺസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ടാങ്ക് നമുക്ക് എത്ര ലിറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? ഇപ്പൊ നമുക്ക് 10 ലിറ്റർ കപ്പാസിറ്റി ആണ്. 10 ലിറ്റർ അതെ, ടാങ്കിനുള്ളത്. 1 ഏക്കറിൽ ഈ 10 ലിറ്റർ കൊണ്ട് സ്പ്രേ ചെയ്യാൻ പറ്റും. ഒരു 7 മിനിറ്റ് മതി. 7 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സാധാരണ ഒരു 4-5 ആൾക്കാർ ഇറങ്ങിയിട്ടാണ് കൈക്കുറ്റിക്ക് കൊണ്ട് സ്പ്രേ ചെയ്യുന്നത്. അപ്പൊ അതിന് പകരം ഇത് മതി. നമ്മളിപ്പോൾ ഈ ഒരു ഡ്രോൺ ഒക്കെ ഇത് അഗ്രികൾച്ചറിന് വേണ്ടി യൂസ് ചെയ്യുന്ന, നമ്മൾ ഓരോ ഡ്രോൺ ഉണ്ടാക്കുമ്പോഴും നമ്മൾ അതിന് പിന്നിലുള്ള ഒരു ഹാർഡ് വർക്ക് എന്തൊക്കെയാണ്, എത്ര ടൈമാണ് നിങ്ങൾ എടുക്കുന്നത്? യൂഷ്വലി നമ്മൾ ഏതൊരു ടൈപ്പ് ഓഫ് ഡ്രോൺ ആണെങ്കിലും നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഡ്രോൺ ഇപ്പോൾ അഗ്രികൾച്ചറിന് ഒരു ടൈം, ഡിഫൻസിന് ഉണ്ടാക്കുമ്പോൾ വേറെ ടൈം, അങ്ങനെയാണോ അത് കൺസ്യൂം ചെയ്യുന്നത്? അങ്ങനെയാണ്. അത് ബേസ്ഡ് ഓൺ ആപ്ലിക്കേഷൻ ആണ്. അത് ചിലപ്പോൾ അഗ്രികൾച്ചർ ഡ്രോൺ ഇപ്പോൾ ഈ സ്പ്രേയിങ്ങിനായിട്ടുള്ളത് നമ്മളൊരു 15 ദിവസമാണ് എടുക്കുക. പക്ഷെ എന്നാൽ കുറച്ചുകൂടെ ഡിഫൻസ് ബേസ്ഡ് ആണെങ്കിൽ ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യണം, ഒരുപാട് ഗ്രേഡ് ഓഫ് മെറ്റീരിയൽസ് നമ്മൾ ചൂസ് ചെയ്യാതിരിക്കണം. അപ്പം അതൊരു 1 മന്ത് വരെയൊക്കെ സംടൈംസ് എടുക്കാറുണ്ട്. കേരളത്തിന് പുറത്ത് 7 സ്റ്റേറ്റിൽ നമ്മളെ ഡീലർഷിപ്പ് ആക്റ്റീവ് ആണ്. എല്ലാ സ്റ്റേറ്റുകളിലും നമ്മളുടെ ഡ്രോൺസ് വർക്കിംഗ് ആണ്. ഇപ്പോൾ നമുക്ക് വളരെ പ്രൗഡായിട്ട് പറയാൻ സാധിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഇസ്രായേൽ മോഡൽ ടെക്നോളജി നമ്മളുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളുടെ ടെക്നോളജി ഇവിടെ കടൽ കടന്നു പോകുന്നുണ്ട്. അതായത് കാനഡ, UK, GCC കൺട്രീസിലൊക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജമൈക്കയിൽ നിന്ന് ഇപ്പോൾ നമുക്കൊരു ഓർഡർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഗ്രാജുവലി ഞങ്ങൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പ്രൊഡക്ട്സ് ഈ ഒരു ഡൊമൈനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ എന്താ പറയാ, സെൽഫ് ആയിട്ടൊരു അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ വളരെ എന്താ പറയാ ഒരു സർവീസ് മോഡൽ, ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുക എന്നുള്ള ഒരു മോട്ടീവിലാണ് തുടങ്ങിയത്. പണത്തിനപ്പുറം മറ്റുള്ളവർക്ക് ഒരു സർവീസും കൂടിയാണത്. അതെ, ആക്ച്വലി ഇതൊരു വാല്യൂ ബേസ്ഡ് ആയിട്ട് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അതൊരു റിസർച്ച് പ്രൊജക്ട് പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്.
ഈ പറയുന്ന ഇമ്പാക്റ്റ് മനസ്സിലാക്കുക എന്നുള്ളൊരു മോഡലിലേക്ക് വന്നു. അങ്ങനെ ഞാൻ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ചെല്ലുമ്പോഴാണ് അവിടെ നിന്ന് നമുക്കൊരു ഇൻപുട്ട് കിട്ടുന്ന ഒരു സ്റ്റാർട്ടപ്പ് പോലെയൊക്കെ തുടങ്ങിയാൽ ഒരുപാട് ആൾക്കാർക്ക് ഇംപ്ലിമെന്റേഷൻ ചെയ്യാൻ പറ്റും. നമുക്കപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് തോട്ട് പ്രോസസ് ഒന്നുമില്ല, അത് ഒരു എവല്യൂഷൻ സംഭവിച്ചതാണ്. ഗ്രാജുവലി അത് സംഭവിച്ചു. ഇപ്പൊ ഈ ഡ്രോൺ നോക്കുമ്പോ ഇത് വേറൊരു ടൈപ്പ് ഓഫ്, ഇത് എന്തിനു യൂസ് ചെയ്യുന്നത്? ഇത് ആക്ച്വലി ഫയർ എക്സ്റ്റിങ്യൂഷർ ബോൾസ് ആണ് ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്നത് ഡ്രോൺസിൽ തന്നെ. ഇതിലൊരു സെർവോ മെക്കാനിസം ഉണ്ട്, അത് വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു സ്ഥലത്ത് ഫയർ ഉണ്ടായാല് അത് അതിന്റെ ഒരു ഇന്റൻസിറ്റി കുറയ്ക്കുക എന്നുള്ള ഒരു പർപ്പസ്ഫുള്ളി നമ്മൾ ഡെവലപ്പ് ചെയ്തതാണ്. അതായത് ഹീറ്റ് റെസിസ്റ്റന്റ് മെറ്റീരിയൽസ് ആണ് കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഇപ്പൊ നമ്മൾ KDISCO ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. അതൊരു ട്രയാങ്കുലൈസർ ഗൺ മെക്കാനിസം ആണ്. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട് കേരളത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ അത് ആന, പുലി ഇറങ്ങുമ്പോ ഇതിനെ ഷൂട്ട് ചെയ്യുക, അതായത് എവിടെയാണ് അവരുള്ളതെന്ന് ഡിറ്റക്ട് ചെയ്തിട്ട് അവരുടെ മൂവ്മെന്റ് ട്രാക്ക് ചെയ്ത് ഷൂട്ട് ചെയ്യുക എന്നുള്ളത്. അതായത് ഇവര് ട്രയാങ്കുലൈസർ ഗൺ ആണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് ഗൺ വഴി സിറിഞ്ച് പ്രൊജക്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മളുടെ പർപ്പസ്. അതെ, നമ്മളുടെ അഗ്രികൾച്ചർ താഴെ ഉണ്ടല്ലേ? താഴെയുണ്ട്. അത് നമ്മുടെ സർവൈലൻസ് ഡ്രോൺ ആണ്. നമ്മള് ഇത് ഡിഫൻസ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഡ്രോൺസ് ആണ്. നമ്മളിത് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്താ? ചലഞ്ചസ് പ്രധാനമായിട്ടും എന്താ പറയുക, ഒരു ടൈം ഡിലേ ഉണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രൊഡക്ട്സും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും, യൂണീക്ക് ഇൻ ദി മാർക്കറ്റ് ആയിരിക്കും. അപ്പോൾ ആളുകൾക്ക് അത് അഡാപ്റ്റഡ് ആവാൻ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഒരു പ്രധാനമായിട്ടും ചലഞ്ച്. പക്ഷെ അതിനൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ദേവനിപ്പോൾ സ്വന്തമായിട്ട് ബിടെക് പഠിക്കുന്ന സമയത്താണ് ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം നമ്മളുടെ ഒരു ടീം മെമ്പേഴ്സായിട്ട് വരുന്ന ആരൊക്കെയാണ്? പ്രധാനമായിട്ട് ഞങ്ങൾ തുടങ്ങിയത് സ്റ്റാർട്ടിങ്ങിൽ ഒരു ബിടെക് പ്രൊജക്റ്റ് ആയിരുന്നു. അതിനുശേഷം ഫ്യൂസലേജ് തുടങ്ങുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ ചേച്ചിയും കൂടെ ആണ് വന്നത്. വീട്ടിൽ നിന്ന് തന്നെ ഒരാളുണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഒരുപാട് കോ ഫൗണ്ടേഴ്സിനെയൊക്കെ നോക്കി. പക്ഷെ എന്നാൽ ഞാൻ ടെക്നിക്കൽ പേഴ്സൺ ആയിരുന്നു, എനിക്ക് പക്ഷെ ബിസിനസ് അറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയിലേക്ക് നോക്കുമ്പോൾ അമ്മ ഒരു പോൾട്രി ആൻഡ് കൃഷി ഇതുകൊണ്ട് വരുമാനം കണ്ടെത്തുന്ന ഒരാളാണ്. ചേച്ചി പാലാരിവട്ടത്തൊരു സോളാർ ബേസ്ഡ് ഫേമിലെ ഡയറക്ടർ ആയിരുന്നു. ആളും ബിടെക് തന്നെ, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പൊ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് ചേച്ചിക്ക് കുറച്ച് ബിസിനസ് കണക്ഷൻ ഉണ്ടായിരുന്നു. ചേച്ചിനെയും കൂടെ കൂട്ടി ചീഫ് ടെക്നിക്കൽ ഓഫീസറായിട്ട് അതിൽ ചന്ദ്രൻ ഓൺബോർഡ് ചെയ്ത്. അതിൽ ചേച്ചിയുടെ ഫ്രണ്ടാണ്. അതിലൊരു 10 വർഷത്തെ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയിൽ, അതായത് ഈ പ്രൊഡക്റ്റുകൾ, അതായത് ഇപ്പോൾ കാറിന്റെ ഡാഷ്ബോർഡൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഓറിയന്റഡ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ടീമുണ്ട് നമുക്ക്. അതെ, അതായത് മാനേജ്മെന്റിന് ഫിനാൻഷ്യൽ അറിയാവുന്ന ആൾക്കാരുണ്ട്, നമുക്ക് മെന്റേഴ്സ് ഉണ്ട്. ഇപ്പം കനേഡിയൻ ഗവൺമെന്റ് സ്റ്റാർട്ടപ്പ് വിസ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ അതെ, അപ്പോൾ അവര് നമ്മളെ ഇൻവിറ്റേഷൻ തന്നു. ഇവിടുന്ന് റിസോഴ്സ് പേഴ്സൺസ് ഈ പറയുന്ന നമ്മളുടെ ഹോം മാർക്കറ്റിൽ ചെയ്യുന്ന സിമിലർ ഇന്റർവെൻഷൻസ് അവരുടെ രാജ്യത്തെ ഒരു പെർട്ടിക്കുലർ ക്രോപ്പുകളിൽ അവർ ഫേസ് ചെയ്യുന്ന ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അവിടെ നമ്മൾ ഈ പറയുന്ന സൊല്യൂഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ടെക്നോളജി കൊണ്ടുവരിക എന്നുള്ള ഒരു ഇതിലാണ്. അവരത് കുറച്ച് ഫണ്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് വർക്ക് പെർമിറ്റും വിസയും കാര്യങ്ങളൊക്കെ അവർ ഫ്രീ ഓഫ് കോസ്റ്റിൽ തരുന്നുണ്ട്. നമ്മുടെ ടീമില് മിഥുൽ ആള് നമ്മുടെ പ്രൊജക്ട്സ് അങ്ങനെയുള്ള ഇംപ്ലിമെന്റേഷൻ ടീമിന്റെ ഒക്കെ പാർട്ടാണ്. സോ മിഥുല് ടേക്ക് ചെയ്യും. ഓക്കെ. അപ്പൊ ദേവൻ പറഞ്ഞ മിഥുലുണ്ട് നമ്മുടെ കൂടെ. വെൽക്കം മിഥുൽ. ഓക്കെ, നമുക്കിപ്പോ ഒന്ന് ഓഫീസ് ടൂർ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. ഇപ്പൊ ഇവിടെ ഒത്തിരി ഡ്രോൺ ഇരിക്കുന്നുണ്ടല്ലോ. ഇത് കറന്റ് ഇപ്പൊ ഡെലിവറിക്ക് വേണ്ടി പോകേണ്ടതാണ്. നമുക്ക് ഇങ്ങനെ ബൾക്ക് ഓർഡേഴ്സ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ ഇത് നമ്മുടെ അഗ്രികൾച്ചർ ഡ്രോൺ ആണ്, ഫിയ എന്ന് പേരിട്ടിട്ടുള്ളത്. കറന്റ് ഇപ്പൊ ഇതൊരു കുറച്ചധികം ഡ്രോൺസ് ഡിസ്പാച്ച് വേണ്ടി പോകും. നമ്മൾ ഈ വാറന്റി കൊടുക്കുന്ന പോലെ നമുക്ക് ഈ ഡ്രോണിനൊക്കെ നമുക്ക് ഇത് പറയാം. ഉണ്ട്, ഡ്രോൺ വാറന്റി ഉണ്ട്. ഞങ്ങളിപ്പോ പ്രൊവൈഡ് ചെയ്യുന്നത് 12 മാസം, അതായത് ഒരു വർഷത്തേക്ക്. മെയിൻ്റെനൻസ് നമ്മൾ തന്നെ നമ്മൾ ടെക്നിക്കൽ അസിസ്റ്റൻസ് ലൈഫ്
ലോങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഈ വാറണ്ടി ആയിട്ട് നമ്മുടെ കമ്പോണൻസിനെല്ലാം 1 ഇയറാണ് കൊടുക്കുന്നത്. ആദ്യം ബേസിക്സ് ഒരു തിയറി നമ്മൾ കവർ ചെയ്യും, പിന്നീട് ഇതിൻ്റെ ഗ്രൗണ്ടിൽ പോയിട്ട് റിയൽ ടൈം ഫ്ലൈയിങ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ കറൻ്റ് ഇപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഫ്ലൈ കൊടുക്കുന്നതാണിത്. നമ്മളിതല്ലാതെ നമ്മൾ അവരുടെ റിയൽ ടൈം അവരുടെ സ്ഥലങ്ങളിൽ പോയിട്ട് സ്പ്രേ ചെയ്യാറുണ്ട്, അവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇത് നേരിട്ട് ചെന്ന് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കും. നമ്മൾ സർവീസായിട്ടാണ് ആദ്യം തുടങ്ങിയത്, പിന്നീടാണ് സെയിൽസിലോട്ട് വന്നത്. ഈ ഡ്രോൺ എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കേഷൻ ഉള്ള ഡ്രോണാണ്. ഇന്ത്യ ആയിക്കോട്ടെ നമ്മുടെ ഡ്രോണ് പ്രവർത്തിപ്പിക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ ആയിട്ട് സർട്ടിഫിക്കേഷൻ മാൻഡേറ്ററി ആണ്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കേഷൻ കിട്ടിയ മോഡലാണിത്. അപ്പോൾ ആ സർട്ടിഫിക്കേഷൻ കിട്ടിയ മോഡൽ പഠിപ്പിച്ചെടുക്കാനുള്ള പ്രൊവിഷൻ നമുക്കുണ്ട്. നമുക്ക് കറൻ്റ് ഇപ്പോൾ ഉള്ള വിങ്സ് എന്ന് പറയുന്നത് നമുക്ക് ഡിസൈനിങ്ങിന് ഒരു വിങ് ഉണ്ട്. കാരണം ഇവിടുന്ന് പോകുന്ന ഡിസൈൻസ് വെച്ചിട്ടാണ് നമ്മൾ അവിടെ R&D വർക്കൗട്ട് ചെയ്യുന്നത്. നമ്മുടെ സ്ട്രെങ്ത് എത്ര? സ്ട്രെങ്ത് നമുക്കൊരു 30 above ഓളം ഇപ്പോൾ ഉണ്ട്. 35 എല്ലാം ബിടെക്കുകാരാണോ? ബിടെക് ഉണ്ട്, നമ്മൾ MBA ഉള്ളവരുണ്ട്, അല്ലാതെ തന്നെ HR പ്രൊഫഷണൽ ആയിട്ടുള്ളവരുണ്ട്. പല പല ഡീറ്റെയിൽസ്. ബിടെക്കിൽ ഇന്ന ബ്രാഞ്ച് വേണമെന്നുണ്ടോ? സത്യത്തിൽ അങ്ങനെ ഇല്ല. കാരണം ഡ്രോൺസിന്റെ കേസ് അതൊരു പുതിയ ടെക്കാണെങ്കിൽ പോലും ഓക്കെ പറയുമ്പോൾ നമുക്കാണെങ്കിൽ ഇലക്ട്രോണിക്സ് കുറച്ചുകൂടി കോറായിട്ട് നിൽക്കുന്നതെന്ന് പറയാം. പക്ഷേ കറൻ്റ് ഏത് ബ്രാഞ്ച് ആണെങ്കിലും ഡ്രോണിലൂടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് ഉറപ്പായിട്ടും മതിയാവുന്ന ഏരിയ തന്നെയാണ്. അതിൽ ബ്രാഞ്ച് ഒരു കൺസേൺ ആയിട്ടില്ലെങ്കിലും എനിക്ക് തോന്നുന്നു സിവിൽ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ബ്രാഞ്ചുകൾക്കും ഡയറക്റ്റ്ലിയും ഇൻഡയറക്റ്റ്ലിയും ഒരു റോളുണ്ട് ഡ്രോൺസിൽ. അപ്പോൾ ബ്രാഞ്ച് ഒരു ഫാക്ടർ അല്ല. ഇവിടെ ട്രെയിനിങ് പ്രോഗ്രാംസ് നിങ്ങൾ കൊടുക്കും? ഉണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഫ്ലൈയിങ് ക്ലബ്ബ് എന്ന് പറയുന്നത് ഇതേ പറഞ്ഞ നമ്മുടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇപ്പോൾ ഒരു 30-35 കോളേജുകൾ ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ കേരളത്തിലുണ്ട്, നമ്മൾ തമിഴ്നാടൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടുതലും കേരളത്തിലാണ് കൂടുതൽ കോളേജ് കോൺസെൻട്രേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്കൂളുകളും ഉണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. കാരണം പുതിയൊരു ടെക് ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇപ്പോൾ ഒരു പഠിക്കാനുള്ള ഒരു താല്പര്യമുണ്ട്. അപ്പോൾ അത് ഇനിയും ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം അത് ബേസ് ആയിട്ടാണ് നമ്മൾ ഇനിയുള്ള എല്ലാ കമ്പനീസും ഓൺ ബോർഡിങ്ങിന് പോകുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ പ്രൈമറി ആയിട്ടുള്ള വേറൊരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ഈ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. ഇതിപ്പോൾ നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഒരു വിങ്ങാണ്. RPT ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അത് വേറെ ഒന്നുമല്ല, റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിൽ നിലവിൽ ഈ ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ട്. അതായത് ലൈസൻസ് ഉള്ള ട്രെയിനിങ്. കാരണം ലൈസൻസ് മാൻഡേറ്ററി ആണ്. ഒരു ടൈം വഴി കുഴപ്പമില്ലായിരുന്നു ഇന്ത്യയിൽ. നമുക്കിപ്പോൾ പണ്ടൊക്കെ നമ്മൾ കല്യാണ വീഡിയോഗ്രാഫി ഒക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. ആ ചെറിയ ഡ്രോൺസൊക്കെ യൂസ് ചെയ്യുമ്പോൾ പണ്ടൊന്നും ലൈസൻസ് അത്ര മാൻഡേറ്ററി അല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഒരുപാടധികം ഡ്രോൺസ് ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ തന്നെ ഒരു 300ഓളം കമ്പനീസ് രജിസ്റ്റേർഡ് ആണ് ഇന്ത്യയിൽ. അപ്പോൾ സാധനം കുറച്ചുകൂടി ജനറൽ ആകുമ്പോഴേക്കും അതിൻ്റെ സേഫ്റ്റി കൺസേൺസും കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള എല്ലാ ആളുകളും ലൈസൻസ്ഡ് ആവണമെന്നുള്ളൊരു കണ്ടീഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. അത് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് വിങ്സിന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ കറൻ്റ് അതിന് സെറ്റപ്പ് ചെയ്യാനുള്ള സ്റ്റാർട്ടിങ്ങിലാണ്. RPT ആണെന്ന് പറയും, റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ എന്ന് പറയും. അപ്പോൾ അത് ഞങ്ങളിപ്പോൾ അതിനുള്ള ഡെവലപ്മെൻറ്റിലാണ്. കേരളം മാത്രമല്ല ഉള്ളത്, സൗത്ത് ഇന്ത്യ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റ്സും, തമിഴ്നാട് ആയിക്കോട്ടെ, കർണാടക ആയിക്കോട്ടെ, ആന്ധ്ര ആയിക്കോട്ടെ, ഒരുപാടധികം നമ്മൾ കൊളാബറേഷൻസ് വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച് മിഥുൻ. നമുക്ക് എന്തായാലും ആ ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമുക്ക് ആ ഡ്രോൺ ഒന്ന് ഫ്ലൈ ചെയ്യുന്നതും കൂടി ഒന്ന് ഉറപ്പായിട്ടും.
വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ സംരംഭ വീതിയുടെ. നമ്മളുടെ ഇന്നത്തെ തലമുറയിലുള്ള യുവാക്കൾ എങ്ങനെയാണ് അഗ്രികൾച്ചർ സെക്ടർ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നത് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഫ്യൂസലേജ് ഇന്നോവേഷൻസ് നമുക്ക് മുന്നിൽ വെച്ച് നീട്ടുന്നത്. അതുകൊണ്ടിട്ട് തന്നെ ഇനിയും അവരുടെ ഇന്നോവേഷൻസ് കുറച്ചുകൂടി കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് നമ്മൾ സംരംഭ വീതിയിലൂടെ ആശംസിക്കുകയാണ്. അപ്പോൾ സംരംഭ വീതിയുടെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.